That was a hell of a song. പേര് പോലെ തന്നെ വെളിപാടിൻ്റെ ഒരു പുസ്തകം തന്നെയായിരുന്നു ഫ്രമിൻ്റെ ഈ സീസൺ ഫിനാലെ എപ്പിസോഡ്. സീസൺ 3 എപ്പിസോഡുകളുടെ ഗ്രാഫിൽ ഏറ്റക്കുറിച്ചിലുകളുണ്ടെങ്കിലും ഫിനാലെ എപ്പിസോഡ് വഴി കൊണ്ടുവന്ന ഒരു ബാങ്കർ എൻഡിംഗ് ആണ് സത്യം പറഞ്ഞാൽ ഈ സീസണെ സേവ് ആക്കിയിരിക്കുന്നത്. പലർക്കും പിടികൊടുക്കാത്ത രീതിയിലും മനസ്സിലാകാൻ പറ്റാത്തതുപോലെയുമാണ് എപ്പിസോഡിൻ്റെ സെക്കൻഡ് ഹാഫ് എന്നുള്ളത്. എൻഡിങ്ങിലേക്ക് വരുന്നതിന് മുന്നേ നമുക്കറിയേണ്ട ഒന്നാണ് ഫാത്തിമയിലൂടെയും ടാബിത്തയിലൂടെയും ഒന്ന് ചെറുതായി സൂചിപ്പിച്ചു പോയ ടൗണിൻ്റെ ചരിത്രം. അവർ തങ്ങി നിൽക്കുന്ന ശപിക്കപ്പെട്ട ആ ടൗണിൻ്റെ പിന്നിലെ നിഷ്ഠുരവും ക്രൂരവുമായ രഹസ്യം. ഒരു കാലത്ത്, അതായത് ആണ്ടുകൾക്ക് മുൻപ്, ഇപ്പോൾ നമ്മൾ കാണുന്ന ടൗണിൽ നിന്നും വ്യത്യസ്തമായി അവിടെ രാത്രികളിൽ വരുന്ന രാക്ഷസന്മാർ ഒരിക്കൽ സാധാരണ മനുഷ്യരായിരുന്നു. ആ മനുഷ്യർ മരണം തീണ്ടാത്തൊരു ജീവിതത്തിനായി ഏതോ നീതിശക്തിയുടെ സഹായം തേടുകയും എല്ലാവരെയും അമരന്മാരാക്കാൻ അത് ആവശ്യപ്പെട്ടത് ആ മനുഷ്യരുടെ കുട്ടികളെ അതിന് ബലി കൊടുക്കുക എന്നതായിരുന്നു. ടൗണിലെ സകലരും അതിന് തയ്യാറായി കുട്ടികളെ ബലിയർപ്പിക്കാനായി തീരുമാനിച്ചവരെ തയ്യാറാക്കി. എന്നാൽ അതിലൊരു കുടുംബം ആ മനുഷ്യബലിക്കെതിരായിരുന്നു. തയ്യാറാക്കിയ കുട്ടികളിൽ സ്വന്തം മകളും ഉണ്ടായിരുന്ന ആ അച്ഛനും അമ്മയും ആ കുട്ടികളെല്ലാവരെയും ഈ കുരുതിയിൽ നിന്നും രക്ഷിക്കാമെന്ന് അവർക്ക് വാക്കു നൽകി. സിംപ്ലി പറഞ്ഞാൽ ആ മാതാപിതാക്കളാണ് ജെയ്ഡിൻ്റെയും ടാബിത്തയുടെയും ഫസ്റ്റ് വെർഷൻ. എന്നാൽ അവർക്ക് ആ വാക്ക് പാലിക്കാൻ പറ്റിയില്ല. ആ കുട്ടികളെ ബലിയർപ്പിക്കുകയും ചെയ്തു. അതോടെ കുട്ടികളുടെ ആത്മാക്കളാകട്ടെ ഗതി കിട്ടാതെ ആ നീതിശക്തിയുടെ തടവിലുമായി. ഒടുവിൽ ബലിയർപ്പിക്കാൻ സമ്മതിച്ച മനുഷ്യരെല്ലാം അമരത്വം സ്വീകരിച്ചു. പക്ഷെ അവിടെയും ഒരു ചതിവ് പറ്റി. ശേഷിക്കുന്ന കാലം അത്രയും മരണമില്ലാത്ത രാക്ഷസന്മാരെ ജീവിക്കാനായിരുന്നു ആ നാട്ടുകാരുടെ വിധി. ഇനി നമുക്ക് വിക്ടർ ഒരിക്കൽ ബോയ് ഇൻ വൈറ്റ് ക്രിസ്റ്റഫറോടെ വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ ഓർത്തെടുത്തപ്പോൾ പറഞ്ഞതുകൂടിയൊന്ന് നോക്കാം. നീതിശക്തി കുട്ടികളെ ബലി നൽകാൻ പറഞ്ഞപ്പോൾ ടൗണിലെ മാതാപിതാക്കൾ ഇരുട്ട് നിറഞ്ഞ ടണലിനുള്ളിലായി കുട്ടികൾക്ക് ജന്മം നൽകി അവിടെ ബലിയാടുകളെ പോലെ വളർത്തി തടവിലാക്കിക്കൊണ്ട് ഒടുവിൽ അവരെ സാക്രിഫൈസ് ചെയ്യാൻ സമയമെത്തിയപ്പോൾ പാവം കുട്ടികൾക്ക് അവരെ സ്നേഹിച്ച് പാടി ഉറക്കിയിരുന്ന ബലിയെ എതിർത്ത് നിൽക്കുന്ന ആ കുട്ടികളിലൊന്നിൻ്റെ അച്ഛനും അമ്മയും അവരെയെല്ലാം രക്ഷിക്കാമെന്ന് വാക്കു നൽകിയപ്പോൾ ആ വിശ്വാസത്തിൽ അവർ ബലിപീഠത്തിൽ പ്രതീക്ഷയോടെ കിടന്നു. ആ പ്രതീക്ഷ അവർ വേരുകളായി ചൊരിഞ്ഞപ്പോൾ അതൊരു മരമായി. ഫാർ അവേ ട്രീ. അവരെ രക്ഷിക്കാമെന്ന് വാക്ക് കൊടുത്ത് രണ്ടുപേർക്ക് ആ വാക്ക് നിറവേറ്റാനായില്ല. കുട്ടികൾ ബലിക്കിരയായി അവരവരുടെ മാതാപിതാക്കളുടെ കയ്യാൽ, കൂടെ എതിർത്ത അച്ഛൻ്റെയും അമ്മയുടെയും മകളെയും. പക്ഷേ ആ കുട്ടിയെ ബലിയർപ്പിച്ചതാരെന്നതിൽ ഒരു ക്ലാരിറ്റി കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ചെയ്തത് ടാബിത്തയുടെയും ജെയ്ഡിൻ്റെ ഫസ്റ്റ് വെർഷൻ ആയിരുന്നെങ്കിൽ തീർച്ചയായും അവരും മോൺസ്റ്ററായാനെ. അതുകൊണ്ട് അവരല്ല എന്നത് മാത്രമാണ് നിലവിലറിയാൻ കഴിയുന്നത്. പ്രതീക്ഷ മങ്ങിയ കുട്ടികളുടെ വേദനയിൽ ഒരു ശാപം രൂപപ്പെടുകയും അവരെ രക്ഷിക്കുന്നിടത്തോളം വരെയും ആ ശാപം രണ്ടുപേർക്ക് മേലും ഉണ്ടാകുമെന്നതിനാൽ ഒരു ലൂപ്പ് പോലെ, ഒരു തുടർച്ച പോലെ അവർ മരണപ്പെട്ട ശേഷം പുനർജനിച്ചപ്പോൾ ആ നിയോഗം ബാക്കി നിന്നിരിക്കെ വീണ്ടും ആ ടൗണിലേക്ക് എത്തപ്പെട്ടു പലതവണയായി. എന്നാൽ ഒരു ജന്മത്തിനും ആ കുട്ടികളെ രക്ഷിച്ചവർക്ക് മേലുള്ള ശാപം മോചിപ്പിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ആ രണ്ടുപേരും മിറാണ്ടയും ക്രിസ്റ്റഫറുമായി പുനർജനിച്ചു. അവർക്കുള്ളിൽ ആ കുട്ടികളുടെ അലയുന്ന ആത്മാക്കൾ വഴികാട്ടി ടൗണിലെത്തിച്ചു. പക്ഷേ സംഭവിച്ചത് ആ കഥ ബോയ് ഇൻ വൈറ്റ് ക്രിസ്റ്റഫറോട് പറഞ്ഞപ്പോൾ അയാൾ അത് വിശ്വസിക്കാതെ തള്ളിക്കളഞ്ഞു. ഇത് കേട്ട വിക്ടർ മിറാണ്ടയുടെ ആ കഥ പറഞ്ഞപ്പോൾ രക്ഷപ്പെടാമെന്നുള്ള ചിന്തയിൽ കുട്ടികളെ രക്ഷിക്കാൻ ഇറങ്ങി തിരിച്ചു. അവർക്കും സാധിച്ചില്ല. ഒടുവിൽ ആ ഉദ്യമം വർത്തമാനത്തിൽ പുനർജനിക്കപ്പെട്ട ടാബിത്തയിലും ജെയ്ഡിലുമായി എത്തി നിൽക്കുന്നു. ഇതൊക്കെ കൊണ്ടായിരുന്നു മിറാണ്ടയ്ക്ക് അവിടെ എത്തും മുമ്പേ തന്നെ ആങ്കുയി കുട്ടികളുടെയും ആ ടൗണിൻ്റെയും മിഷൻസ് വന്നത്. മിറാണ്ടയ്ക്ക് ശേഷം പുനർജനിച്ച ടാബിത്തയ്ക്കും കുട്ടിക്കാലത്ത് ആ സ്ഥലത്തെ പറ്റിയുള്ള സ്വപ്നങ്ങളും ആങ്കുയി കുട്ടികളുടെ വിഷൻസും ഒടുവിലായി തൻ്റെ പൂർവ്വജന്മമായ മിറാണ്ടയുടെ വിഷനും വന്നപ്പോൾ ജെയ്ഡിന് ഇതേപോലെ തന്നെ തൻ്റെ പൂർവ്വജന്മമായ ക്രിസ്റ്റഫറുടെയും വിഷൻ വന്നു. കൂടാതെ ആ കുട്ടികൾ രൂപപ്പെടുത്തിയ മരത്തിൻ്റെയും. എന്നാൽ ജെയ്ഡ് കൂടുതലും കണ്ട സിവിൽ വാർ സോൾജിയേഴ്സിൻ്റെ വിഷൻ ഒരു മിസ്റ്ററിയായി തന്നെ നിലനിൽക്കുന്നു. ഇവർക്കും കുട്ടികളെ രക്ഷിക്കാനാവാതെ മരണപ്പെട്ടാൽ വീണ്ടും ഓരോ പുതുജന്മങ്ങൾ അവിടെ എത്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. ആങ്കുയി കുട്ടികളെ ബലി നൽകി അമൃതം ലഭിച്ച മോൺസ്റ്ററുകൾ ഒരുവനായ സ്മൈലി ആകട്ടെ ബോയ്ഡ് കൊന്ന തൊട്ടടുത്ത നിമിഷം ഫാത്തിമയുടെ ഗർഭാശയത്തിൽ കയറിപ്പറ്റി ഒടുവിൽ വീണ്ടും ജനിച്ചു വന്നു. കുട്ടികൾ ഇക്കാലം അത്രയും ടാബിത്തയോടും ജെയ്ഡിനോടും ആങ്കുയി എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു. ആങ്കുയി മീൻസ് റിമെമ്പർ, ഓർത്തെടുക്കാൻ. ഇവിടെ എത്തിപ്പെട്ടതിന് പിന്നിലെ പ്രതീക്ഷയുടെ ശാപവും പൂർവ്വജന്മത്തിലെ ആ ബലിയും. ടാബിത്ത അങ്ങനെ ഓർത്തെടുത്ത സംഭവങ്ങളും സത്യാവസ്ഥയും കേട്ടപ്പോൾ ജിം സങ്കടപ്പെട്ടൊടുവിലായി താൻ ടൗണിലേക്ക് എത്തിയപ്പെട്ട അതേ RV എടുത്ത് നിൽക്കുമ്പോൾ ഓടി വരുന്ന ജൂലി എന്നത് ഭാവി കാലത്ത് നിന്നും എത്തിപ്പെട്ടിട്ടുള്ളതാണ്. ഫ്യൂച്ചർ ജൂലിയെ പറ്റി ഒരു കൊച്ചു ഇൻട്രൊഡക്ഷൻ ഇതിന് തൊട്ട് മുമ്പായി തന്നെ നൽകുന്നുണ്ട് ഈ ദിനമൊത്തുള്ള ജൂലിയുടെ ഡൈനർ സീനിൽ. ജൂലി റൂയിൻസ് വഴി കഴിഞ്ഞു പോയൊരു സമയത്തേക്ക് വീണ്ടും എത്തിപ്പെട്ടതിനെ പറ്റി പറയുന്നത് കേട്ട് ഈതൻ ജൂലിയെ വിളിക്കുന്നത് ടൈം ട്രാവൽ എന്നതിനുപരി സ്റ്റോറി വാക്കർ എന്നാണ്.
ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെ വരുമ്പോൾ ടൈം ട്രാവലിംഗിൽ നമുക്ക് നടന്നതോ നടക്കാൻ പോകുന്നതോ ആയ സംഭവങ്ങളെ മാറ്റാൻ കഴിയുമ്പോൾ ഇവിടെ സ്റ്റോറി വോക്കിങ്ങിൽ കഴിഞ്ഞ സംഭവങ്ങൾ കാണാം, പക്ഷെ മാറ്റം വരുത്താനാകില്ല എന്നതാണ് ഈതൻ വഴി നമുക്കിട്ട് തരുന്നൊരു വ്യക്തത. ജൂലി ബോയ്ഡിന് റോപ്പെറിഞ്ഞ് നൽകുന്നത് ഒരു എൻഡ്ലെസ് ലൂപ്പാണ്, തലവേദന പിടിച്ചൊരു പ്രീ ഡെസ്റ്റിനേഷൻ പാരഡോക്സ്. അതെങ്ങനെയായാലും ജൂലി റോപ്പിട്ട് ബോയ്ഡിനെ രക്ഷിക്കുകയും ചെയ്യും, ബോയ്ഡ് അതുവഴി ജൂലിയെ രക്ഷിക്കുകയും ചെയ്യും. ഓക്കെ, സീനിലേക്ക് വരുമ്പോൾ ജൂലി ഭാവിയിൽ നിന്നും എത്തുന്നത് അന്ന് ആ സമയത്ത് തൻ്റെ പിതാവ് കൊല്ലപ്പെടുമെന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെയാണ്, മാത്രമല്ല മോൺസ്റ്റർ ഇനിയല്ലോ ആരാണെന്നും. പക്ഷേ ജൂലിക്ക് അവിടെ നടക്കാൻ പോകുന്ന സംഭവത്തിൽ മാറ്റം വരുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് എത്ര രക്ഷിക്കാൻ പരിശ്രമിച്ചിട്ടും ജിം ആ രാക്ഷസിൻ്റെ കൈ കൊണ്ട് തന്നെ തീരുന്നത്. കൊന്നതിൻ്റെ ഉദ്ദേശം ആ മോൺസ്റ്റർ പറയുന്ന ഒരു കാര്യം ടാബിത്ത വീടിനടിയിലേക്ക് കുടിക്കാൻ ജിം സമ്മതിക്കരുതായിരുന്നു എന്നാണ്. അന്ന് അങ്ങനെ കുഴിച്ചതിന് ശേഷമാണ് ടാബിത്തയ്ക്ക് ആങ്കോയ് കുട്ടികളുടെ വിഷൻസ് വന്നു തുടങ്ങുന്നത്. മാത്രമല്ല കുഴിക്കാനുള്ള ബുദ്ധി വരുന്നത് ജിമ്മിൻ്റെ വാക്കുകളിൽ നിന്നുമാണ്. ടാബിത്ത എത്തിപ്പെടുന്നത് ടണലിലാണ്, പണ്ട് ആ കുട്ടികൾ ജനിച്ചതും വളർന്നതുമായ ടണലിൽ. അവിടെ നിന്നും തുടങ്ങിയ ആങ്കോയ് കുട്ടികളുടെ വിഷൻ ഇപ്പോൾ ഒടുവിലായി എത്തി നിൽക്കുന്നത് ടാബിത്തയും ജെയ്ഡും അവിടെ നടന്ന ബലിയുടെ തിരിച്ചറിവിലാണ്. തീർച്ചയായും ഇനി അവർ ശ്രമിക്കാൻ പോകുന്നത് ആ നീചശക്തി കുടുക്കി വെച്ചിട്ടുള്ള കുട്ടികളുടെ ആത്മാക്കളെ രക്ഷിക്കുക എന്നതാണ്. അങ്ങനെ രക്ഷിച്ചാൽ അതിൻ്റെ ഭവിഷ്യത്ത് മോൺസ്റ്റേഴ്സിനാണ്, കാരണം അവരുടെ അമരത്വം നശിക്കും. അന്ന് ടാബിത്തയെ കുടിക്കാൻ സഹായിച്ചത് മൂലം മോൺസ്റ്റേഴ്സിന് വരുന്ന നിലനിൽപ്പിൻ്റെ ഭീതി ജിമ്മിനെ കൊല്ലാനുള്ള ഒരു കാരണം. മറ്റൊരു കാര്യം ആ മോൺസ്റ്റർ പറയുന്നത് അറിവിന് വില കൊടുക്കേണ്ടി വരുമെന്നാണ്. വില കൊടുക്കേണ്ടി വരുമെന്നുള്ളത് ജിമ്മിൻ്റെ ജീവനാണ്. പക്ഷേ ആ അറിവെന്താണ്? പറയാം. ടാബിത്തയെ ആങ്കോയ് കുട്ടികളുമായി കോണ്ടാക്ട് ചെയ്യാൻ സാഹചര്യം ഒരുക്കിയപ്പോൾ ജെയ്ഡിന് ഒരു പിടിയും കിട്ടാതെ അക്കാലം അത്രയും തലപോക്കിക്കേണ്ടി വന്ന ആ നമ്പറുകൾ സത്യത്തിൽ മ്യൂസിക്കൽ നോട്ട്സ് ആണെന്ന് പറഞ്ഞു കൊടുത്തത് ജിമ്മാണ്. ആ നമ്പറുകൾ ജെയ്ഡ് മ്യൂസിക്കൽ നോട്ട്സായി കാണാൻ തുടങ്ങിയതോടെ ജെയ്ഡിലേക്കും പതിയെ ഓർമ്മകൾ പൊട്ടിമുളയ്ക്കാൻ തുടങ്ങി. ആ സംഗീതം ഓട്ടോമാറ്റിക്കായി മനസ്സിൽ ഓണായപ്പോൾ മുതൽ ആങ്കോയ് കുട്ടികളെ രക്ഷിക്കുന്നത് വഴി അവിടേക്ക് തുടർച്ചയായി എത്തിക്കൊണ്ടിരിക്കുന്ന രണ്ട് ആത്മാക്കളുടെ കേഴ്സ് ലൂപ്പ് മോക്ഷപ്രാപ്തി അടയുമ്പോൾ അത് മോൺസ്റ്റേഴ്സിന്റെ വിനാശത്തിന് വഴിയൊരുക്കും. ഇതിന്റെ കാരണഭൂതനായ ജിമ്മിനെ ഇക്കാരണത്താൽ ആ പ്രധാന നീചശക്തി അല്ലെങ്കിൽ നീചശക്തിയുടെ വലം കൈ ജിമ്മിനെ തന്റെ വലം കൈ വെച്ച് അള്ളിക്കൊല്ലുന്നു.